നമസ്കാരം. ആനന്ദ് ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ നീക്കിയതിന് പിന്നാലെ വലിയ പ്രതികരണവുമായി PV അൻവർ MLA രംഗത്തെത്തി. അജിത് കുമാറിൻ്റെ തലയിൽ നിന്ന് തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവൻ്റെ പേര് അൻവർ എന്ന CMA എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. DGPയുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിയെക്കുറിച്ച് ഒന്നും പരാമർശിക്കാതെ പോലീസ് തലപ്പത്തെ ഉദ്യോഗസ്ഥരുടെ സാധാരണ സ്ഥലം മാറ്റം മാത്രമായുള്ള ഉത്തരവ് സർക്കാർ കഴിഞ്ഞ ദിവസം ഇറക്കി. പോലീസ് തലപ്പത്തെ 2 ഉന്നത ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്നുവെന്ന തരത്തിലുള്ള ഉത്തരവ്. അജിത് കുമാറിനെ മാറ്റിയത് എന്തിനാണെന്നോ ഏത് നടപടിയുടെ ഭാഗമാണെന്നോ ഒന്നും തന്നെ ഈ ഉത്തരവിൽ പറയുന്നില്ല എന്നുള്ളതാണ്. ADGPക്കെതിരെ നടപടി എന്ന് പറയുമ്പോഴും വെറും സ്ഥാനമാറ്റം മാത്രമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിൻ്റേതെന്ന പ്രതിപക്ഷ ആരോപണത്തിന് ബലം പകരുന്ന തരത്തിലാണ് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഉത്തരവ്. IPS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റം എന്ന രീതിയിലാണ് ഉത്തരവിറക്കിയിട്ടുള്ളത്. അഡീഷണൽ സെക്രട്ടറി M. അഞ്ജനയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറക്കിയത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ. ഇവിടെ പോലീസ് മേധാവി ഉണ്ടെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ദൈനംദിന ഭരണം നടത്തുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പദവി പോലീസിലെ സൂപ്പർ DGPക്ക് സമാനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. MR അജിത് കുമാറിനെ മാറ്റുമ്പോൾ ഈ പദവി വേണ്ടെന്ന് വയ്ക്കുവാൻ പലപ്പോഴും ആലോചനയുണ്ടായിരുന്നു. പക്ഷേ എന്നാൽ അത് പലവിധ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മനോജ് എബ്രഹാമിന് പദവി നൽകുന്നത് അതിനെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ ഇൻ്റലിജൻസിൻ്റെ ചുമതലയടക്കം മനോജ് എബ്രഹാമിനുള്ളതുകൊണ്ട് ഈ ഉത്തരവാദിത്തം തൽക്കാലം മാറ്റാനുള്ള സാധ്യതയുമില്ല. ഇതോടെയാണ് പോലീസിൽ ക്രമസമാധാനത്തിന് കൂടുതൽ കരുത്ത് വരും എന്നുള്ള രീതിയിലേക്ക് പുതിയ വാർത്തകൾ വരുന്നുണ്ട്. മനോജ് എബ്രഹാമിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ നേരത്തെ നമുക്കറിയാം, ഉത്തരമേഖലയും ദക്ഷിണ മേഖലയും ആകട്ടെ 2 ADGPമാരായിരുന്നു സംസ്ഥാനത്തെ ഈ ക്രമസമാധാന ചുമതല വഹിച്ചിരുന്നത്. ഇതിന് പകരമായിട്ടാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPയെ പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ നിയോഗിച്ചത്. അങ്ങനെയാണ് P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതോടെ ഈ പദവിയിലേക്ക് MR അജിത് കുമാർ എത്തുന്നത്. അപ്പോൾ അതിവേഗം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ട് മാറുന്ന അജിത് കുമാർ സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ ഗുരുതര വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ അന്ന് വിജിലൻസ് ഡയറക്ടറായിരുന്ന MR അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം പാലക്കാട്ടെ വിജിലൻസ് സംഘം സ്വപ്നയുടെ സുഹൃത്ത് PS സരിത്തിനെ തട്ടിക്കൊണ്ടുപോവുകയും അയാളുടെ മൊബൈൽ ഫോൺ ബലമായിട്ട് പിടിച്ചെടുക്കുകയും ചെയ്തൊരു സംഭവം ഉണ്ടായി. ഇത് അജിത് കുമാർ പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അജിത് കുമാറുമായി ബന്ധപ്പെട്ടിട്ട് ഇത് അജിത് കുമാറിന് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും അന്ന് അജിത് കുമാറിനെ ADGP പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറയപ്പെടുന്ന അപ്രധാന തസ്തികയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു. സംഭവത്തിൽ അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്ന സ്വപ്ന സുരേഷിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ച ഷാജ് കിരണിനെ അന്ന് അജിത് കുമാർ നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വന്നതാണ് വിനയായി മാറിയത്. ഏതാനും മാസങ്ങൾക്ക് ശേഷം അജിത് കുമാർ സായുധ ബറ്റാലിയൻ മേധാവിയായിട്ട് തിരികെ എത്തുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടതുമാണ്. ക്രമസമാധാന വിഭാഗം ADGP ആയിരുന്ന വിജയ് സാക്കറെ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയതോടെ കൂടിയാണ് അജിത് കുമാർ ആ ചുമതലയിലേക്ക് എത്തുന്നത്. ഇതിനിടെ DGP ഷേഖ് ദർവേഷ് സാഹിബുമായിട്ടൊക്കെ അജിത് കുമാർ തെറ്റിപ്പിരിയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. DGPക്കെതിരെ സ്വത്ത് കേസ് വലിയ രീതിയിൽ ചർച്ചയായത് പോലീസിലെ കലഹം കൂട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കോടതിക്ക് പുറത്തു വെച്ച് DGP ആ പ്രശ്നം പരിഹരിച്ച് വിവാദത്തിൽ നിന്ന് തലയുരിയൊക്കെ ചെയ്തു. പക്ഷേ ഇതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്തെ ADGP ഭരണനിർവഹണ കസേരയിൽ ഒരാളെ കൂടി കൊണ്ടിരുത്തി. അത് S. ശ്രീജിത്തായിരുന്നു. ഇതിനിടെ ഷേഖ് ദർവേഷ് സാഹിബ് 1 കൊല്ലം കൂടി കാലാവധി നീട്ടിക്കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷവും സാഹിബിനുണ്ടായി. ഇതോടുകൂടി അജിത് കുമാറിൻ്റെ കഷ്ടകാലം ആരംഭിക്കുന്നു. അതായത് ഈ പോലീസ് മേധാവി എടുക്കേണ്ട തീരുമാനങ്ങളിൽ ചിലതെങ്കിലും ADGP കൈക്കൊള്ളുന്നുവെന്ന് പോലീസിനുള്ളിൽ തന്നെ ചർച്ച വന്നു. നിലവിലുള്ള ഇൻ്റലിജൻസ് സംവിധാനത്തിന് പുറമേ ജില്ലകളിൽ നിന്ന് തനിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്തതിന് പ്രത്യേകം ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതടക്കം വിവാദമാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ശബരിമലയിലൊക്കെ കഴിഞ്ഞ മണ്ഡലകാലത്ത് ഭക്തർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിലൊക്കെ ഈ അജിത് കുമാറിന് നേരെ വലിയ ആരോപണം ഉണ്ടായിരുന്നു. ഇതിനിടെ 1 വർഷം കൂടി കാലാവധി നീട്ടിക്കിട്ടിയതോടുകൂടി പോലീസിൽ പിടിമുറുക്കുവാനുള്ള ശ്രമം DGPയും ആരംഭിച്ചു. ADGPയെ ശാസിച്ചു മെമ്മോ നൽകുവാനും അത് സർവീസ് രേഖകൾ ഉൾപ്പെടുത്തുവാനും പോലും DGP മടിച്ചില്ല എന്നുള്ളതാണ്. അൻവറിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ DGPക്ക് ചിലപ്പോൾ ഊർജ്ജമായി മാറി. അങ്ങനെ തൃശ്ശൂർ പൂര വിവാദവും RSS നേതാക്കളുടെ കൂടിക്കാഴ്ചയും ഒക്കെ ചർച്ചകൾ നിറച്ച് അജിത് കുമാറിന് ക്രമസമാധാനം നഷ്ടമാക്കി കൊടുത്തു. തീവ്രവാദ വിരുദ്ധ സേനയെ നയിച്ചിരുന്ന P. വിജയനെ സസ്പെൻഡ് ചെയ്തതും അജിത് കുമാറിൻ്റെ ഇടപെടലിൽ വരുന്നത്. അങ്ങനെ P. വിജയൻ്റെ ആ സസ്പെൻഷനും അജിത് കുമാറിന് സേനയിൽ ശത്രുക്കളെ കൂട്ടി എന്നതാണ് വസ്തുത. ശബരിമലയിലെ പുണ്യം പൂങ്കാവനം പദ്ധതിയെ തകർത്തതും ഈ അജിത് കുമാറാണ് എന്നുള്ള ആരോപണമാണ് വരുന്നത്. മലപ്പുറത്തെ സ്വർണം പൊട്ടിക്കലിലും കോഴിക്കോട് മാമി തിരോധാന കേസിലുമൊക്കെ PV അൻവർ അജിത് കുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തൃശ്ശൂർ പൂരം അലങ്കോലമായ സംഭവത്തിലും ഇതേ അജിത് കുമാർ സംശയത്തിൻ്റെ നിഴലിലുമാണ്. അന്ന് RSSൻ്റെ നേതാക്കളായിട്ടുള്ള ദത്താത്രേയ ഹൊസബള്ളയുമായിട്ടും രാംമാധവുമായിട്ടും വത്സൻ തില്ലങ്കരിയുമായിട്ടുമൊക്കെ കൂടിക്കാഴ്ച നടത്തിയതൊക്കെ വിവാദങ്ങൾക്ക് തീപിടിപ്പിക്കുന്നതായിരുന്നു.
അങ്ങനെ അജിത് കുമാറിന് അധികാര നഷ്ടമുണ്ടാവുകയാണ്. പകരമെത്തുന്ന ക്രമസമാധാന ചുമതലയുള്ള മനോജ് എബ്രഹാമിന് എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകേണ്ട വലിയ ഉത്തരവാദിത്തമാണ് മുന്നിലുള്ളത്. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നതാണോ? അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമോ? എന്തായാലും ഒരു കാര്യത്തിൽ അൻവറിന് ആശ്വസിക്കാം. കാരണം തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞവൻ്റെ പേര് അൻവറാണ് CMA എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അന്വർത്ഥമാണ്.